അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വദനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം ബാബയോട് പറഞ്ഞു, പല ആത്മാക്കളുടെ ബാബയുടെ കുട്ടികളുടെ വിശേഷ ഭോഗാണ്. എല്ലാവരും വളരെയധികം സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. വളരെ സുന്ദരമായ ദൃശ്യമായി തോന്നി. അത് ഒരു യാത്രയുടെ രൂപത്തിലായിരുന്നു. ബാബ എമർജ് ചെയ്ത ദൃശ്യം ഇതായിരുന്നു. ലോകത്തിൽ ഈ വൈശാഖ മാസത്തിൽ വിശേഷ രൂപത്തിൽ ലോകത്തുള്ളവർ യാത്ര, അതായത് ഘോഷയാത്ര നടത്തുന്നു. ടാബ്ലോയുടെ രൂപത്തിലും ഘോഷയാത്ര നടത്തുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ബാബ ലോകത്തിൻ്റെ ദൃശ്യവും ബ്രാഹ്മണരായ കുട്ടികളുടെ ദൃശ്യവും നോക്കുന്നു. ബാബ ഇങ്ങനെ ഘോഷയാത്ര കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ബാബയോട് പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് കാനൻ ബഹൻ, സുരേന്ദ്ര ദീദി, ജൽഗാവിലെ ഒരു സഹോദരിയും ശരീരം ഉപേക്ഷിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ബാല്യകാലത്ത് എപ്പോഴെങ്കിലും ഘോഷയാത്ര കണ്ടിട്ടുണ്ടോ? ഞാൻ ബാബയോട് പറഞ്ഞു, യാത്ര ഒരു തവണ കണ്ടിട്ടുണ്ട്. ബാബ പറഞ്ഞു, ഈ ഒരു കടന്നുപോയ മാർച്ച് മാസത്തിലും വിശേഷിച്ച് ലോകത്തിൻ്റെ കണക്കനുസരിച്ച് മാർച്ച് എൻഡിലുള്ള സമയമാണ്. ഇതിൽ ദേവീ ദേവതമാരുടെ യാത്രകളും വളരെ സന്തോഷത്തോടെ നടത്തുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഈ യാത്രയിൽ നടക്കുന്ന ചിലരും ഉണ്ടായിരുന്നു, കാഴ്ചക്കാരായ ചിലരും ഉണ്ടായിരുന്നു, അലങ്കൃതമായി ഇരിക്കുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ അലങ്കരിക്കപ്പെട്ട ദേവീ ദേവതന്മാരെ നോക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. കണ്ട് അവരും കൂടെ നടക്കുന്നു. കാരണം കാണുമ്പോൾ തന്നെ അവർക്ക് ആനന്ദം ഉണ്ടാകുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഏത് കുട്ടികളുടെ, ഏത് സഹോദരിമാരുടെ ഓർമ്മകളും ആയാണോ എത്തിച്ചേർന്നിരിക്കുന്നത്? ബാബ പറഞ്ഞു, ബ്രാഹ്മണ പരിവാരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. ആരാണോ ദുർബലമായവർ, സമയമനുസരിച്ച് അവരും യാത്രയിൽ പങ്കുചേരുന്നു. ബാബ ഈ ദൃശ്യം നോക്കുകയായിരുന്നു. പരസ്പരം കണ്ടുകൊണ്ട് എപ്രകാരമാണ് അന്യോന്യം കൂട്ട് നൽകിക്കൊണ്ട് ഈ പുത്രിമാർ എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ബാബ പറഞ്ഞു. എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് ബാബ ഡ്രാമയുടെ പാളത്തിൽ നിൽക്കുന്നു. ബാബയും സാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമയും എത്ര നാൾ തുടരും? എത്ര നാൾ തുടരണം? ഡ്രാമയും സാക്ഷിയാകുന്നു. ബാബയും സാക്ഷിയായി നോക്കുവാൻ തുടങ്ങുന്നു. ബാബ പറഞ്ഞു, യാത്ര എന്ന് പറയാം, കുട്ടികളുടെ തപസ്യ എന്ന് പറയാം. ഏത് കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിലും ബാബയുടെ സേവനത്തിലും മഗ്നവും ലഹരിയോടെയും ഇരിക്കുന്നത്, അപ്പോൾ കുട്ടികൾ തൻ്റെ തപസ്യയും സേവനവും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ ഇപ്പോൾ 4 ഭാഗത്തുമുള്ള അന്തരീക്ഷം കണ്ടുകൊണ്ട് പറഞ്ഞു, ഏതെല്ലാം ആത്മാക്കളുണ്ടോ, ലോകത്തിലെ ഏതെല്ലാം ആൾക്കാരുണ്ടോ, അവർക്കും ഈ സമയത്ത് ശാന്തിയുടെ ആവശ്യമുണ്ട്. കുട്ടികളായ നിങ്ങൾ ശാന്തി ദാതാവിൻ്റെ കുട്ടികളാണ്, ശാന്തി ദൂതന്മാരാണ്. കുട്ടികളായ നിങ്ങൾക്കും ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും ആവശ്യമുണ്ട്. ബാബ പറഞ്ഞു, ലോകത്തിലും പുറം മോടികൾ വളരെയധികമുണ്ട്. ബ്രാഹ്മണ പരിവാരത്തിലും ഇപ്പോൾ സമയമനുസരിച്ച് പുറം മോടികൾ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
ത്യാഗം പിന്നിൽ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ദാദിമാരുടെ സമയത്ത്, ബാബയുടെയും മമ്മയുടെയും സമയത്ത് ആ ത്യാഗവും തപസ്യയും കാണപ്പെടുമായിരുന്നു. അവരുടെ മുന്നിൽ ഏതെങ്കിലും കാര്യം ഉണ്ടാകുമായിരുന്നപ്പോൾ ആ കാര്യം പോലും മറഞ്ഞു പോകുമായിരുന്നു. ആ കാര്യം തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. ബാബ പറഞ്ഞു, ബാബ വിശേഷ രൂപത്തിൽ തൻ്റെ ബ്രാഹ്മണരായ കുട്ടികൾക്ക് ഈ ഒരു സൂചന നൽകുകയാണ്. ബ്രാഹ്മണരായ കുട്ടികൾ സമയമനുസരിച്ച് പുതിയ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി അഡ്വാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിൻ്റെ രാജധാനിയും ബാബയ്ക്ക് വേഗം വേഗം സ്ഥാപിക്കേണ്ടതുണ്ട്. ഇവയുടെ കാര്യം തീവ്രതയോടെ വർദ്ധിക്കുകയും വേണം. അതിനാൽ ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികളെല്ലാവരും ചെറിയ സ്ഥാനം ആയിക്കൊള്ളട്ടെ, വലിയ സ്ഥാനം ആയിക്കൊള്ളട്ടെ, ഓരോ ബ്രാഹ്മണനായ കുട്ടിക്കും സമയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെയധികം യോഗ തപസ്യയുടെ ആവശ്യമുണ്ട്, അഖണ്ഡ തപസ്യയുടെ ആവശ്യമുണ്ട്. ബാബ പറഞ്ഞു, ചെറിയ സ്ഥാനം ആയിരുന്നാലും വലിയ സ്ഥാനം ആയിരുന്നാലും വിഘ്നം എല്ലാ സ്ഥാനത്തും വരുന്നു. ആ വിഘ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി കുട്ടികളായ നിങ്ങൾ വിശേഷിച്ച് തപസ്യ ചെയ്യണം. ബാബ ഏതുപോലെ തുടക്കത്തിൽ തൻ്റെ കുട്ടികളെ 14 വർഷം ത്യാഗ തപസ്യ ചെയ്യിച്ചു, എന്താണോ ഫസ്റ്റിൽ നടന്നത് ലാസ്റ്റിലും അങ്ങനെയുള്ള സമയം വരാൻ പോകുന്നു. താങ്കൾ ചിന്തിക്കും ഇന്ന സേവനം ചെയ്യണം എന്ന്. എന്നാൽ ബാബ പറഞ്ഞു, സമയത്തെ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്ത് സങ്കല്പം നടന്നാലും അതിനു മുന്നിലായി, അതിൻ്റെ മുന്നിൽ തപസ്യയുടെ ആവശ്യമുണ്ട്. ബാബ വളരെ ഗംഭീരമായ രൂപത്തോടുകൂടി കേൾപ്പിക്കുകയായിരുന്നു. ബാബയുടെ കൂടെയും സമീപത്തും നമ്മുടെ സുരേന്ദ്ര ദീദി, കാനൻ ബഹൻ, ജൽഗാവിലെ പുഷ്പ ബഹൻ, മറ്റ് പല ആത്മാക്കളും ഉണ്ടായിരുന്നു. അവരെ ബാബ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, സമയമനുസരിച്ച് ബാബയുടെ കുട്ടികൾ പഴയവരായവരും പുതിയ സേവനത്തിന് നിമിത്തമായി കൊണ്ടിരിക്കുകയാണ്. അത്രയും ഫാസ്റ്റായി ലോകത്തുള്ളവരും തങ്ങളുടെ രീതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബയുടെ കുട്ടികൾ തൻ്റെ തപസ്യയിൽ വിശേഷിച്ച് ഉറച്ചിരിക്കണം. പിന്നെ ബാബയുടെ മുന്നിൽ അത്രയും സുന്ദരമായ ഭോഗിൻ്റെ താലങ്ങൾ അലങ്കരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ത്രിമൂർത്തി സഹോദരിമാരെ എമർജ് ചെയ്തു. ഇന്ന് വിശേഷിച്ച് റോസി ബേനും ലക്ഷ്മി ബേനും നിമിത്തമായുള്ള ഭോഗായിരുന്നു. ബാബ പല ആത്മാക്കളെയും വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ വളരെ സ്നേഹത്തോടെ അവരെ ഭോഗ് സ്വീകരിപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ വീടായ മധുബൻ ഇത്രയും വലിയ പരിധിയില്ലാത്ത കലവറയാണ്. ഇത്രയും വലിയ ദിവ്യ ഗുണങ്ങളുടെ ഖനിയാണ്. ആ ഖനിയിൽ നിന്നും കുട്ടികൾക്ക് എത്ര എടുക്കുവാൻ സാധിക്കുമോ അത്രയും തൻ്റെ ഉള്ളിൽ നിറയ്ക്കുവാൻ സാധിക്കും. ഓരോരുത്തരും അവരവരുടെ ശക്തി അനുസരിച്ച് നിറച്ചു വയ്ക്കണം. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിച്ചുകൊണ്ട് ആ സഹോദരിമാർക്ക്, ആ ആത്മാക്കൾക്ക് വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചുകൊണ്ട് ബാബ പിന്നെ വിശേഷിച്ച് മീറ്റിങ്ങിൽ വന്നു ചേർന്ന സഹോദരി സഹോദരന്മാർക്ക് വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ബാബ ലാസ്റ്റിൽ ഒരു കാര്യം കൂടി കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, ചൂടുകാലം നടക്കാൻ പോകുന്നു. ഓരോ സെൻറ്റേഴ്സിലും അവരവരുടെ സ്ഥാനങ്ങളിൽ, അത് ചെറുതായാലും വലുതായാലും, ഓരോരുത്തരും തപസ്യ ചെയ്യണം. ബാബയും വിശേഷ രൂപത്തിൽ തൻ്റെ കുട്ടികളുടെ അടുത്ത് ചുറ്റി സഞ്ചരിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നു.
ഇറങ്ങുകയും ചെയ്യും. ഏത് സ്ഥാനത്ത് യോഗത്തിൻ്റെ ശക്തിയിലൂടെ ദിവ്യതയുടെയും തപസ്യയുടെയും തിളക്കം ഉണ്ടാകും എന്നത് നോക്കുന്നതിനു വേണ്ടി ബാബ തീർച്ചയായും ചുറ്റി സഞ്ചരിക്കും. ഇന്ന് ബാബയിൽ നിന്നും ഉണ്ടായ അനുഭവം ഇതായിരുന്നു. ബാബ വളരെ ഗംഭീരതയോടെ തൻ്റെ കുട്ടികൾക്ക്, സഹോദരി സഹോദരന്മാർക്ക് വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുകയും ചെയ്യുകയായിരുന്നു, പറയുകയും ചെയ്യുകയായിരുന്നു. ബാബയുടെ ഇങ്ങനെയുള്ള സൂചനയുടെ അനുഭവവും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.